ഒരു 50ഓളം പോസ്റ്റുകൾ നമ്മുടെ പഞ്ചായത്തിന്റെ പുറകുവശത്ത് കൂട്ടിയിട്ടിരുന്നു. സ്ട്രീറ്റ് ലൈറ്റുകൾ അത് ഒരു മാർച്ച് മാസം വരെ നമ്മുടെ എടത്വ പഞ്ചായത്ത് ഓഫീസിന്റെ പുറകുവശത്ത് സൂക്ഷിച്ചിരുന്നു. അതിനുശേഷം അത് കാണാതായി. അതുപോലെ തന്നെ നമ്മുടെ ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് മെയിൻ്റനൻസുമായിട്ട് ബന്ധപ്പെട്ട കമ്പികൾ 1200 കിലോ കമ്പികൾ അതും കുറച്ച് നാൾ വരെ ഈ പരിസരത്തുണ്ടായിരുന്നു. പിന്നെ അതും കാണാതായി. ഈ 50 പോസ്റ്റുകൾ തിരിച്ച് മെയിൻ്റനൻസ് ചെയ്ത് സ്ഥാപിച്ചെന്നാണ് സെക്രട്ടറി നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അതിന്റെ യാതൊരുവിധ രേഖകളും വിവരാവകാശം നമുക്ക് തന്നിട്ടില്ല. വിവരാവകാശ റിപ്പോർട്ടിൽ ഞങ്ങൾ ഈ വിവരാവകാശം വെച്ചതിന് ശേഷമാണ് എവിടുന്നോ ഇപ്പോൾ ഇത്രയും ഒരു 300 കിലോ മാക്സിമം കാണുമായിരിക്കും കമ്പി ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ 1.5 വർഷം മുമ്പ് സ്ഥാപിച്ച ഒരു കമ്പിയാണെങ്കിൽ ചെളിയും പുല്ലുകളും വള്ളിയൊക്കെ കയറി മൊത്തം മോശപ്പെട്ട ഒരവസ്ഥയിൽ നിൽക്കേണ്ടതാണ്. ഇതിപ്പോൾ 3-4 ദിവസത്തിന് മുമ്പ് ഇവരിവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന കമ്പിയാണിത്. ഇത് 1200 കിലോ പോയിട്ട് 500 കിലോ പോലും ഇല്ല. വളരെ തുച്ഛമായ വിലയ്ക്ക് ഇത് ലേലം ചെയ്തുകൊണ്ട് കൃത്രിമമായ ഒരു റിപ്പോർട്ട് സമർപ്പിക്കാനാണ് 1.5 വർഷം മുമ്പേ ലേലം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഞങ്ങൾ വിവരാവകാശം വെച്ചതിന് ശേഷം സെക്രട്ടറി ഇന്ന് അത്യാവശ്യമായിട്ട് അവിടെ കമ്മിറ്റി വെച്ച് ഇത് ഇന്ന് ലേലം ചെയ്യാനിരിക്കുന്നത്. അതുമല്ല ഈ കമ്പികളൊന്നും ഷോപ്പിംഗ് കോംപ്ലക്സുമായിട്ട് ബന്ധപ്പെട്ട ഒന്നും തോന്നില്ല. വെറും 8 mm മാത്രമേ ഈ കമ്പിയുടെ വലിപ്പമുള്ളൂ. ഇത് തൽക്കാലം ഞങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഏതോ ആക്രിക്കടയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടിരിക്കുന്നതായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഇതിനെ പങ്കുവഹിച്ചിട്ടുള്ള പഞ്ചായത്ത് അംഗങ്ങളും സെക്രട്ടറി ഉൾപ്പെടെ ഇതിന് മറുപടി പറയണം. പൊതുമുതലാണ് ഇവർ എല്ലാവരും കൂടെ ചേർന്ന് നശിപ്പിച്ചിരിക്കുന്നത്.